ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസം നിങ്ങൾക്കായി കൈമാറാൻ എന്നെ ഏൽപ്പിച്ച ദൂത് അതിവേഗം, എനിക്ക് അറിയത്തില്ല അത് എവിടം വരെ എത്താൻ പറ്റുമെന്ന്, പക്ഷേ വളരെ അത്യാവശ്യമായിട്ട് ആ ദൂതിന്ന് ആവശ്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് സംസാരിച്ചതിനാൽ യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ആ വേദഭാഗം എടുത്ത് വായിക്കാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യം. യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നുവെന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. ആമേൻ. ഇന്ന് പകൽ കർത്താവ് പറയുന്നത് പോലെ ചെയ്യുന്ന ചിലരെ കർത്താവ് ശ്രദ്ധിക്കുക. സ്തോത്രം ചെയ്യണേ. കർത്താവ് എന്ത് പറഞ്ഞാലും കർത്താവെ നീ എന്നോട് എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാൻ ഞാൻ വില്ലിങ്ങാ, ഞാൻ തയ്യാറാ. അതിനകത്തൊട്ടും കുറയ്ക്കാതെ, ചോദ്യം ചെയ്യാനല്ല, അതിനെക്കുറിച്ച് മറുതലിച്ച് നിൽക്കാനല്ല, ആമേൻ, മത്സരിക്കാനല്ല. എടാ ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇവിടം വരെ വന്നിട്ട് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പുള്ളിക്ക് വേണേൽ പറയാം. സ്തോത്രം. അത്ഭുതങ്ങളുടെ പരമ്പര ചെയ്തയാളാ. അവിടെയൊന്നും ആരും പറഞ്ഞില്ലല്ലോ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ചെരുപ്പൂരാൻ. സ്തോത്രം. ഇന്ന് പകൽ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ മറുചോദ്യമല്ല, അനുസരണമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ആലോചനയുടെ മുൻപാകെ നിന്റെ മുട്ടായുക്തിയും മത്സരവും വിട്ട് യഥാസ്ഥാനപ്പെട്ടു വന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിനക്ക് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം, സ്തോത്രം. ദൈവിക ശബ്ദത്തിൻ്റെ പൂർണ്ണത. യോശുവയുടെ പുസ്തകം അതിനെ വേദശാസ്ത്രികൾ കൊടുത്ത യുദ്ധങ്ങളുടെ പുസ്തകമെന്ന. പ്രമാണങ്ങളുടെ പുസ്തകമുണ്ട് പഴയ നിയമത്തിൽ, അത് ലേവ്യ പുസ്തകമാണ്. പ്രമാണങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന പുസ്തകമാണ്. ഇവിടെ യുദ്ധങ്ങളുടെ പുസ്തകം. 1-ാം അധ്യായം മുതൽ 4-ാം അധ്യായം വരെ കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള യുദ്ധമാണ്. 6-ാം അധ്യായം മുതൽ കനാനിലെത്തിയതിന് ശേഷമുള്ള യുദ്ധമാണ്. ആകെ 5-ാം അധ്യായത്തിൽ ഇതിനിടയ്ക്ക് യുദ്ധമില്ലാത്തൊരധ്യായം. ഒരു സ്തോത്രം പറയാമോ? എന്ന് പറഞ്ഞാൽ സ്വസ്ഥത. യുദ്ധമൊന്നുമില്ല, ഒരു യുദ്ധവും ഇല്ലാത്ത ഒരധ്യായം കിടപ്പുണ്ട്. അത് 5-ാം അധ്യായമാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു ടൈം, അങ്ങനെ ഒരു കാലഘട്ടം, അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ തരുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് അതിവേഗത്തിൽ ചില ദൂതുകൾ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഈ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാവോ? ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം. 2-ാം വാക്യത്തിന്റെ ആദ്യം വായിച്ചിട്ടോ ഒന്നിലേക്ക് വരാം. അക്കാലത്ത് യഹോവ യോശുവയോട്. അക്കാലത്ത് ഏത് കാലം? ആ കാലം മനസ്സിലാകണമെങ്കിൽ 1-ാം വാക്യം മുതൽ 1-ാം വാക്യം. ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുൻപിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞുവെന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോര്യ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ദൈവപ്രവൃത്തി തന്റെ ജനത്തിനു വേണ്ടി ദൈവം ചെയ്തത് കേട്ടറിഞ്ഞ ജനം. ഇപ്പൊ രാജാക്കന്മാരുടെ മനസ്സ് എന്തോ ഇതെന്ന് എഴുതിയേക്കുന്നത്? ഉരുകി. തീർന്നില്ല. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെ. ഈ ടൈം എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പറ്റിയ സമയമാണ്. എവിടെയും കിട്ടുന്നുണ്ടോ? യോശുവ യുദ്ധനായക. യോശുവ പറയും, ഇതിനോളം നല്ലൊരു സമയം ആയുസ് കിട്ടിയിട്ടില്ല. ഇപ്പോഴാ യുദ്ധം ചെയ്യാൻ പറ്റിയ സമയം. പക്ഷേ കർത്താവിന് പറയാനുള്ളത് അതല്ല കേട്ടോ. നമ്മൾ ഇതാ പറ്റിയതെന്ന് പറയുമ്പോൾ കർത്താവ് പറയാ, നോ, ആയുധം കയ്യിലെടുക്കരുത്, വാള് കയ്യിൽ എന്തരുത്. ഇപ്പോഴല്ല നീ യുദ്ധം ചെയ്യേണ്ടത്. ഇപ്പൊ ചെയ്യേണ്ട എന്നാന്നറിയോ? ചില ക്രമീകരണം ചെയ്യണം. രക്തത്താൽ ജയം. അകന്നു കിടക്കുന്ന, മുറിഞ്ഞു കിടക്കുന്ന ചില ബന്ധങ്ങൾ യോജിക്കപ്പെടണം. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവം പറയുന്ന ദൂത് 5-ാം അധ്യായത്തിലാ. എനിക്കറിയത്തില്ല ഈ ദൂത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന്. ഏറ്റെടുത്താൽ നിനക്കുള്ള ദൈവകൃപയുടെ വിടുതലായത്.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നാടും നാട്ടുകാരും ദേശവും ശത്രുരാജ്യങ്ങളും മുഴുവൻ അവരുടെ ബലം പോലും പോയെന്ന ചൈതന്യം പോയി, ഹൃദയം ഉരുകി. ആരെക്കുറിച്ചാ? തൻ്റെ ജനത്തിന് വേണ്ടി ഇന്നലകളിൽ ദൈവം ചെയ്തത് കേട്ട രാജാക്കന്മാർ. രക്തത്താൽ ജയം. ഈ സമയത്ത് 6-ാം അധ്യായത്തിൽ തുടങ്ങുന്ന യുദ്ധം ഈസിയായിട്ട് ഇവിടെ തുടങ്ങാം. പക്ഷെ സ്വർഗം പറഞ്ഞു വേണ്ട വേണ്ട. എന്താ ചെയ്യണ്ടെന്ന് ദൈവം പറയുക. 2-ാം വാക്യത്തിലേക്ക് വരാം. 2-ാം വാക്യം. അക്കാലത്തെ യോശുവയോട് കത്തി ഉണ്ടാക്കി, തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി, ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. ശത്രു ഭയന്നിരിക്കുന്ന സമയം, യുദ്ധത്തിന് പറ്റിയ സമയമാ. വിശ്വാസേ പറയത്തുള്ളൂ. കാരണം തനിക്ക് യുദ്ധങ്ങൾ ഒത്തിരി നടത്തി ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആളാ. ഇവിടെ നിന്റെ എക്സ്പീരിയൻസ് എടുക്കേണ്ട ടൈം അല്ലിത്. ഇതെൻ്റെ ആലോചന കേൾക്കേണ്ട സമയമാണ്. രക്തത്താൽ ജയം. ഇന്നലകളിൽ നീ യുദ്ധം ചെയ്തു ജയിച്ചു. നിനക്കൊത്തിരി ജ്ഞാനം കാണും, നിനക്കൊത്തിരി പരിചയം കാണും, നിനക്കൊത്തിരി അറിവ് കാണും. നീ ചെയ്ത് ജയിച്ചു വന്ന യുദ്ധങ്ങളുടെ എണ്ണവും ഒത്തിരി ഉണ്ടാവും. പക്ഷെ കർത്താവ് പറഞ്ഞ കേൾക്കണോ? ഇവിടെ ഒരു പരിച്ഛേദനയുടെ ആവശ്യകതയുണ്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. രണ്ടാമത് വന്ന അല്ലേ വായിച്ചത്? അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക. ഇസ്രായേൽ മക്കളെ രണ്ടാമതും. അയ്യോ, അതെന്തോ പരിച്ഛേദന? പരിച്ഛേദന ഇങ്ങനെ ആവർത്തിച്ചുണ്ടോ? അതെന്തിനാ അങ്ങനെ ഒരു പരിച്ഛേദന? അങ്ങനെ ഒരു പരിച്ഛേദനയുടെ ആവശ്യം അറിയണമെങ്കിൽ താഴോട്ട് വായിക്കാം. അടുത്തത് ചെയ്യുവാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കൾ എല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. പുറപ്പെട്ടു പോന്ന ജനത്തിനെല്ലാം പരിച്ഛേദന കഴിഞ്ഞിരുന്നു. എങ്കിലും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ശേഷം മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല. മരുഭൂമിയിൽ വെച്ച് ജനിച്ച ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല. പിതാക്കന്മാരുടെ അകൃത്യം നിമിത്തം മരുഭൂമിയിൽ പട്ടുപോയി. അടുത്ത ഒരു തലമുറ പരിച്ഛേദനയില്ലാത്ത, ദൈവിക പ്രമാണവുമായി ബന്ധമില്ലാത്ത, വിശുദ്ധിയിലും സത്യത്തിൽ നിന്നും അകന്നു കിടക്കുന്ന ഒരു തലമുറ. അപ്പോഴും ജയത്തിനൊന്നും കുറവില്ല. ആഹാരം മുടങ്ങിയില്ല, വെള്ളവും മുടക്കിയില്ല, നന്മയും കുറച്ചില്ല, ഉടുപ്പും പഴകിയില്ല, ചെരുപ്പും തേഞ്ഞില്ല. പക്ഷെ സ്വർഗം പറയാം മടങ്ങി വരണമെന്ന് ഈ തലമുറയോട്. ഇന്ന് രാവിലെ ദൈവസഭയോടുള്ള ദൈവിക ദൂത ഇത് കേട്ടോ. അനുഗ്രഹങ്ങളുടെ പിന്നാമ്പുറത്തെ യാത്ര കൊണ്ട് കുഴപ്പമില്ലെന്ന് ധരിച്ച് യാത്ര ചെയ്താൽ ദൈവാത്മാവ് പറയാ നീ മടങ്ങി വരണ്ട ചില വിഷയമുണ്ട്. സ്തോത്രം, സ്തോത്രം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ദൈവത്തിൻ്റെ ആത്മാവ് ചില ഭാഗം എന്നെ ആ ഭാഗത്തൂടെ പഠിപ്പിച്ചപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് സ്തോത്രം ചെയ്ത് എൻ്റെ ദൈവത്തിന് മഹത്വം കരേറ്റി. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അഥവാ ഉടമ്പടിയിൽ നിന്ന് അകന്ന് സഞ്ചരിക്കുന്ന ഒരു തലമുറ. അന്നേരം ദൈവം അവരുടെ കൂടെ ഉണ്ട്. വല്ല പിടിയും കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശിംശോന്റെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോഴും പഴയ പോലെ കുലുങ്ങാൻ പറ്റുന്നുണ്ട്, ഇപ്പോഴും പഴയ പോലെ അനങ്ങാൻ പറ്റുന്നുണ്ട്, ഇപ്പോഴും പഴയ പോലെ കയ്യും പാട്ടും സ്വോത്രവും ഒക്കെ ഉണ്ടെന്ന ഭാവം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാം മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം, മടങ്ങി വരണം. സ്തോത്രം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. സാത്താനോട് എതിർക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ദൈവത്തോട് അടുക്കണം. ദൈവത്തിന് എടുത്തിരിക്കുന്ന സാത്താനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ അതിന് മുമ്പ് ചെയ്യേണ്ടത് ദൈവത്തോട് അടുക്കാനാ. ദൈവത്തോട് അടുത്തിട്ട് വേണം നീ സാത്താനോട് എതിർക്കാൻ. അല്ലാതെ ഒരു വിടുതലും നടക്കത്തില്ല.
ചേഷ്ടകൾ കാട്ടിക്കൂട്ടാമെന്നുള്ളതല്ലാതെ ഒരത്ഭുതവും അതിൻ്റെ പുറകിൽ നടക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി ഓർപ്പിക്കുന്നു. സ്തോത്രം. ഞാൻ വേഗത്തിൽ പുതിയ നിയമ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വന്ന എന്താണ് ദൈവിക അനുഗ്രഹത്തിന് ദൈവം വെച്ചിരിക്കുന്ന പുതിയ നിയമ പരിച്ഛേദന? നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യമാ. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ആരാ പരിച്ഛേദനക്കാർ? ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. ദൈവാത്മാവിൽ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? അതോ ദൈവാത്മാവിനെ വിമർശിക്കുവാണോ? അതോ ദൈവാത്മാവിനെ കുറ്റപ്പെടുത്തുവാണോ? ദൈവാത്മാവിലെ ആരാധന കേവലം കുലുക്കമല്ല കേട്ടോ, ഇളക്കമല്ല കേട്ടോ, ശബ്ദമല്ല കേട്ടോ. ദൈവാത്മാവിൻ്റെ ആരാധനയിൽ ആദ്യം ശുദ്ധീകരണം ഉണ്ടാവും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവാത്മാവ്. അത് വരുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം, എവിടെയോ തകരാറുണ്ട്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധന. ആരാധന ചിലർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉടമ്പടി എടുത്തൊരു കൊച്ചമ്മ പുസ്തകത്തിൽ കിടപ്പുണ്ട്. പേര് മീകളെന്നാ. പുള്ളിക്കാരത്തേക്ക് ഈ ചേഷ്ടയോടൊന്നും വലിയ ഇഷ്ടമില്ല, സ്റ്റാൻഡേർഡ് ഇല്ലെന്നാ പുള്ളിക്കാരത്ത് പറഞ്ഞ്. അച്ചായൻ, നമ്മുടെ അച്ചായന് ഓത്രമൊക്കെ പറയണേ, സ്റ്റാൻഡേർഡ് പോരാ, തന്നെത്താൻ അനാവൃതനാക്കി. ഇങ്ങനൊക്കെ ആകാവോ? നമ്മൾ IPC-ക്കാരല്ലേ? എനിക്കറിയത്തില്ല പിടിക്കുമെന്ന്. സ്വോത്രം. ഞാൻ കത്തോലിക്കെന്ന് രക്ഷിക്കപ്പെട്ട് വന്നിട്ട് എൻ്റെ പൊന്നച്ചായ ഇതിനകത്താണ് വന്നേ. ഞാൻ വേറെ ഒരു സഭയിലും പോയിട്ടില്ല, മരിക്കോളം പോകത്തുമില്ല. അഭിമാനമുണ്ട് ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭ. എൻ്റെ ഇടംവലമൊന്നും ഞാൻ നോക്കാൻ പോകാറില്ല. കർത്താവ് എന്നെ ഇവിടെ ആക്കിയേക്കുക. പക്ഷേ ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോട് ചോദിക്കുക, ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാവിൽ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? അഭിഷേകം പ്രാപിക്കാത്ത പുള്ളിയം കൊണ്ട് കുഴിയടിപ്പിക്കാത്ത സഭയായിരുന്നു ഈ സഭ. പന്തല് നാട്ടാൻ. നമ്മളതിന്ന് വലിയ പൊങ്ങച്ചമായിട്ടാണ് പറയുന്നത്. ഒരു കമ്പിപ്പാര എടുക്കണമെങ്കിൽ, ഹലോ സ്വോത്രം, അത് ശരിയാ, അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെട്ടു. 60 കൊല്ലം മുമ്പായിരുന്നു, 70 കൊല്ലം മുമ്പായിരുന്നു. പാവിരിക്കണമെങ്കിൽ, തമ്പേറ് കൊട്ടണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണമായിരുന്നു. സ്തോത്രം. നമുക്ക് സൗകര്യം വർദ്ധിച്ചു, സ്റ്റാൻഡേർഡ് വർദ്ധിച്ചു, ആത്മനിറവിന് വിലയില്ലാതായി. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ ദൈവസഭയോട് പറയുക, മടങ്ങി വരാൻ. പൗലോസ് അതിവേദനയോടെ പറയുക, ഇന്നലകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, നമ്മൾ ആരാണെന്ന് മറക്കല്. നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നവരാ. പുതിയ നിയമസഭയുടെ പരിച്ഛേദനയുടെ 1-ാം ഭാഗം ആത്മാവിലുള്ള ആരാധനയാ. സ്തോത്രം. ഞാൻ ആ ഭാഗത്തൂടെ പോയാൽ സമയം പോവും, വേഗം ഭയപ്പെടുന്നു ഞാൻ. 2-ാം ഭാഗം എന്നാണെന്നറിയോ? ക്രിസ്തുയേശുവിൽ പ്രശംസ പലതും മാറി, നേട്ടങ്ങളുടെ പുറകിലായി. എന്നതേലും ഇച്ചിരി കിട്ടിയാൽ പിന്നെ ആളിനെ അതിനകത്താ പൊങ്ങച്ചത്തിന്മേ പൊങ്ങച്ചവാ. പ്രശംസ മാറി. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്ത്, ദാവീദിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ പുൽപ്പുറത്ത് കിടന്നവനാ. എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എനിക്ക് അവനെ സ്തുതിക്കാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാനില്ല.
ഓ റിബാല ശംദരാജല. മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? സ്വോത്രം ചെയ്യ്. ഡോക്ടേഴ്സ് ഏറെ ഉണ്ടോ? സ്വോത്രം ചെയ്യ്. എഞ്ചിനീയർമാർ ഒത്തിരി ഉണ്ടോ? സ്വോത്രം ചെയ്യ്. ഈ പട്ടണത്തിൽ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടോ? സ്തോത്രം ചെയ്യ്. എല്ലാരെക്കാൾ മാന്യമായത് ചിലത് നിനക്കുണ്ടോ? സ്തോത്രം ചെയ്യ്. സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും ഉണ്ടോ? സ്തോത്രം ചെയ്യ്. പക്ഷെ പ്രശംസ ദൈവത്തിന് കൊടുക്കണം, പ്രശംസ കർത്താവിന് കൊടുക്കണം. മൂന്നാം ഭാഗം അവിടെ എഴുതിയിരിക്കുന്നറിയാം, ജഡത്തിൽ. മുമ്പ് മുട്ടയിലേ ഉള്ളായിരുന്നു, മൂട്ടയിൽ. ഇന്നലെ മാസയോഗത്തിനൊരു സഹോദരൻ പറഞ്ഞു, പേരൊന്നും പറയുന്നില്ല, രാത്രി 2 എഴുന്നേക്കുമെന്ന്, കരയുമെന്നിരുന്ന് കരയുമെന്ന്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം 1 ലക്ഷം രൂപ അടുത്ത് ഇപ്പം എങ്ങാണ്ട് പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പെൻഷനേ പുള്ളി പറയാ, ഇരുന്ന് ഞാൻ കരയും രാത്രിയിലെന്ന്. സഹോദരിയല്ല പറഞ്ഞേ, ഒരു സഹോദരൻ. ഭാര്യ പോലും അറിയാതെ എഴുന്നേറ്റിരുന്ന് കരയുമെന്ന്, മുട്ടയിലിരിക്കുമെന്ന്. ഇപ്പോഴും വീടിനകത്ത് യാഗപീഠം പുതുക്കിപ്പണിയണമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവദാസന്മാരോടും സഹോദരന്മാരോടും പിതാക്കന്മാരോടും ബുദ്ധി ഉപദേശിക്കുക. നമ്മൾ ഇവിടം വരെ എത്തിയത് എന്നാണെന്നറിയോ? പാടാനും പ്രാർത്ഥിക്കാനും കരയാനും നെടുമ്പാട് വീഴാനും ആശ്രയിക്കാനും ഒരപ്പനമ്മമാരുണ്ടായിരുന്നതിൻ്റെ നന്മയാ. ആ നന്മയുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ഞാനും നീയും അഹങ്കരിക്കരുത്, അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. വിനയപ്പെടുക. ദൈവം പറയുക, രണ്ടാമതും പരിച്ഛേദന കഴിപ്പിക്കോ. ഓ റിബല ശംധരാജല ധിബാരജല ഹദുനാജല ഡഗസിയ. വേഗം ഒന്ന് വായിച്ചേ, എന്തിനാണെന്ന്. 9-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. 9-ാം വാക്യം, പരിച്ഛേദന കഴിച്ചതിന്റെ ഗുണം. യോശുവയുടെ പുസ്തകത്തിലെ വാക്യമാണ്. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന. പരിച്ഛേദന കഴിച്ചതിന്റെ ഗുണം. യഹോവ യോശുവയോട്, ഞാനും ഇസ്രായേലിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ഏതായി നിന്ന? ഞാൻ നേരത്തെ വായിച്ച വാക്യത്തിൽ കിടപ്പുണ്ട്, 4-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. നിന്ന എന്നാന്നറിയാമോ? പിതാക്കന്മാരെ മരുഭൂമിയിൽ തകർത്ത് കളഞ്ഞ പിതൃശാപത്തിന്റെ പോര് തലമുറയുടെ മേൽ പിന്തുടരുന്ന നിന്ന. മരുഭൂമിയിൽ പട്ടുപോയ ശാപസന്തതി എന്ന പേര് മായിച്ചു കളയുന്ന നിന്ന. സ്തോത്രം. പിതാക്കന്മാരുടെ അകൃത്യം തലമുറയുടെ മേൽ വെച്ചുകെട്ടാകാതെ അതിന് അതിരിടുന്നതായി പരിച്ഛേദന. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്ടാൽ, നീ യഥാസ്ഥാനപ്പെട്ടാൽ, പിശാച് ക്ലെയിം ചെയ്യുന്ന മേഖലയിൽ നിന്ന് നിനക്ക് പുറത്തു വരാൻ പറ്റുമെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്തു. ദൈവത്തിന്റെ ആത്മാവ് ഈ രാവിലെ വളരെ വ്യക്തമായി പറയാ, അടുത്തു വരാൻ ദൈവത്തോട്, വചനത്തോട് അടുത്തു വരാൻ, സത്യത്തോട് അടുത്തു വരാൻ, ദൈവകൃപയിലേക്ക് ഓടി വരാൻ. സ്തോത്രം, സ്തോത്രം. 2-ാം ഭാഗത്തിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് പറയാം, തലമുറകളുടെ മേലുള്ള ചില ഇരുട്ടിൻ്റെ കെട്ട് പൊട്ടിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ബോങ്കയൊന്നും കൊണ്ടുവരണ്ട. മുഴങ്കാലിൽ നീ കരഞ്ഞാൽ ആ കണ്ണുനീരിനപ്പുറത്തൊരു അത്ഭുതമില്ല. എത്ര നാളായി പാസ്റ്ററേ ഞങ്ങൾ കരയുന്നു? നോ, ആ ചോദ്യത്തിന് ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടണം. എത്ര നാളെന്നല്ല, ഞാൻ നിന്റെ മഹത്വം കാണുവോളം, ഞാൻ നിന്റെ പ്രവൃത്തി കാണുവോളം, ഞാൻ നിന്റെ വിടുതൽ കാണുവോളം. അതേ യാക്കോബ് പറയോ, നീ എന്നെ സഹായിച്ചല്ലാതെ, അനുഗ്രഹിച്ചല്ലാതെ. ഓ റിബന ശതന ഉഡാരഗന സൈതാരജന ഉൽഗാമന ശൈതോറിയാനബ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുഭൂമിയിൽ പട്ട അവൻ തലമുറ, പിതാക്കന്മാര് അവരുടെ തലമുറയാ. 6-ാം വാക്യത്തിലൊക്കെ അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ആ അകൃത്യത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറയാ ഇപ്പോൾ മരുഭൂമിയിൽ പരിച്ഛേദനയേറ്റ തലമുറ. 2-ാം ഭാഗം പറയാം, സമയക്കുറവുണ്ടാ. 5-ാം അധ്യായത്തിന്റെ 11-12 വാക്യം പെട്ടെന്ന് വായിച്ചു. പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ്, പെസഹായുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത. ഇന്ന് പകൽ ഒരു കാര്യം പറയാം, പരിച്ഛേദനയേറ്റാൽ 2-ാം ഗുണം, നിന്റെ നന്മ നീ അനുഭവിക്കും. നിന്റെ നന്മ നീ അനുഭവിക്കും. ഇനി അത് തട്ടിപ്പാറ്റി നിന്നെ അഗാധ ഗർത്തത്തിലാക്കാൻ ശത്രുവിനെ കൊണ്ട് ദൈവം സമ്മതിക്കത്തില്ല.
രക്തത്താൽ ജയം. അവിടെ വായിക്കുന്നത് മന്ന അവിടെ നിന്നെന്ന. സ്തോത്രം. ഈ സ്പൂൺ ഫീഡിംഗ് സംവിധാനം മാറ്റി നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന്. സ്തോത്രം. എല്ലാ കാലഘട്ടത്തിലും നീ ഇങ്ങനെ പോകാനല്ല, നീ നിമിത്തം ചിലർ അനുഗ്രഹിക്കപ്പെടാൻ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവിടെ എഴുതിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് 128 സങ്കീർത്തനം എന്താ 2-ാം വാക്യം, നിന്റെ കൈകളുടെ നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. വിശ്വസിക്കുന്നവര് സ്തോത്രം പറയണേ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ വളരെ സ്പഷ്ടമായി പറയുന്ന ദൂത. അതിൻ്റെ 3-ാം ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. 3-ാം ഭാഗം 5-ാം അധ്യായം 13-14 വാക്യം. 13 യെരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി. ഇവിടെ ആ ഭാഗം യോശുവ യെരിഹോവിൻ്റെ സമീപത്തിരിക്കുക. യെരിഹോവ് ഇസ്രായേൽ മക്കൾ നേരിടാൻ പോകുന്ന അതിഭീകരമായൊരു യുദ്ധക്കളമാണ്. ഇതുവരെയും വാളും അധികാരവും യുദ്ധതന്ത്രങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള യോശുവ ഇവിടെ വന്ന് നിൽക്കുമ്പം യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി എന്ന് എഴുതിയിരിക്കുന്നു അല്ലേ? ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ദൈവമക്കൾ പറയാം, നീ ക്രമീകരണം വരുത്തിയാൽ, നീ ശുദ്ധീകരണം വരുത്തിയാൽ, നീ യഥാസ്ഥാനപ്പെട്ടാൽ ദൈവം നേരിട്ടിറങ്ങി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാ യെരിഹോവിൻ്റെ യുദ്ധം ആയുധമില്ലാത്ത യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഒന്നേ ഉള്ളായിരുന്നു, ആർപ്പ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ആയുധത്തിൻ്റെ ശബ്ദം ഉയരാത്ത, ചോരത്തുള്ളികൾ താഴെ വീഴാത്ത, ഓ റിഖല, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, മുറവിളി ശബ്ദം ഉയരാത്ത ഒരു യുദ്ധക്കളം. അതിനേക പോം വഴി കർത്താവ് ചിലത് പറയുന്ന പോലെ ചെയ്യുക എന്നുള്ള. ഞാൻ ആ സന്ദേശം എനിക്കറിയത്തില്ല, ഇത് കൊണ്ടുപോകാൻ സമയം എന്നെ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് ആഴത്തിൽ ചില വെളിപ്പാട് ഇന്ന് പകൽ ദൈവസഭയ്ക്ക് തരിക. നിന്റെ കൈയുടെ മിടുക്കോ, നിന്റെ പ്രാപ്തിയുടെ കൂടുതലോ, നിനക്ക് കിട്ടിയ ജ്ഞാനത്തിൻ്റെ അധികമോ, നീ കൈവരിച്ചു വന്ന പാരമ്പര്യ പിന്തുടർച്ചയുമല്ല, നിന്റെ നന്മ മൂടിയിട്ടിരിക്കുന്ന, നിന്നെ ഒതുക്കാൻ ശ്രമിക്കുന്ന അന്ധകാര ശക്തിയെ ആത്മാവിൽ ഈ പകൽ ജയിക്കുന്ന പകല. ആരാധിച്ചാട്ടെ. ആത്മാവിൽ ആരാധിച്ചാട്ടെ. ആത്മാവിൽ ശക്തമായി ദൈവാത്മാവ് ഓർപ്പിക്കുക. മടങ്ങി വരാൻ, ക്രമീകരണം പ്രാപിക്കാൻ, നിരപ്പ് വരുത്താൻ, നെടുമ്പാട് വീഴാൻ. ഓ ചാല ഹഡാറബന. ദൈവമഹത്വം വ്യാപരിക്കട്ടെ, ദൈവമഹത്വം വ്യാപരിക്കട്ടെ. ആരാധിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. ചില നന്മയുടെ ആമേൻ കടയ്ക്കൽ കത്തിവെച്ചിരിക്കുന്ന പൈശാചിക ശക്തിയുടെ വ്യാപാരങ്ങൾ, കുടുംബങ്ങളുടെ അകത്ത് വാഴുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, തലമുറകളെ പാരമ്പര്യം പോലെ പിന്തുടരുന്ന ചില പൈശാചിക ശക്തിയുടെ വ്യാപാരങ്ങൾ ദേശത്ത് നിന്റെ തല കുനിപ്പിക്കും, ദേശത്ത് നിന്റെ തല കുനിപ്പിക്കും എന്ന് വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ. ഓ ശംബാരജല ഹദന ഹദര ഹദല ഹദന ഹടക. രക്തത്താൽ, രക്തത്താൽ, രക്തത്താൽ ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാ, ഞാൻ ദൈവത്തിന്റെ മന്ദിരമാ. ഓ ഷാബാര ഹർദാര റൈഡ രഗന. അന്യഭാഷ പറയേണ്ടവർ പറയണം കേട്ടോ. അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചാൽ അതിന്റെ വിടുതൽ അറിയാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചില ഇരുട്ട് മാറട്ടെ, ശത്രുവിന്റെ പതിയിരിപ്പ് മാറട്ടെ, കുടുംബങ്ങളെ തകർക്കാനിരിക്കുന്ന ചില പോരുകൾ, ഓ വാദിക്കുന്ന ചില വാദഗതികൾ യേശുവിന്റെ നാമത്തില്, അധികാരമുള്ള യേശുവിന്റെ നാമത്തില്, അധികാരമുള്ള യേശുവിന്റെ നാമത്തില്. അർദ്ധരാജ വൈഡാമാന സൈധാരാജ അർദ്ധര, നിന്റെ വിലാപത്തെ നൃത്തമാക്കി രട്ടഴിച്ച് ഓ സന്തോഷമുടിപ്പിക്കുന്നവൻ,
രക്തം ജീബാലബന ഹദല അടക മനക രജന ഹദല ലഗഡ അലസ്തര ജുലൽകന ധൂരാജല വൈഡാമാന സൈധാരാജ അർധാരാജ വൈഡാരാജ സൈഥോറിയാനബ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, ഓൾമൈറ്റി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ദൈവസഭയെ പുതിയൊരളവിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ വചനത്തിന് മുമ്പിൽ ദിവസങ്ങളിൽ വിറയ്ക്കാൻ, എവിടെയാണ് മടങ്ങി വരേണ്ടത്, എവിടെയാണ് ക്രമീകരണം പ്രാപിക്കേണ്ടത്, എവിടെയാണ് ശുദ്ധീകരണം പ്രാപിക്കേണ്ടത്, എവിടെയാണ് ദൈവസന്നിധിയിൽ പരിച്ഛേദനയുള്ള ഹൃദയം പ്രാപിക്കേണ്ടത്, എവിടെയാണ് ദൈവസന നെടുമ്പാട് വീഴേണ്ടത്, അത് തിരിച്ചറിഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ദൈവ ഭയത്തിൽ ചുവടുകളെ വയ്ക്കാൻ പരിശുദ്ധാത്മാവ് രാവിലെ ബുദ്ധി ഉപദേശിക്കും.